പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു പാർട്ടി വെയർ കുർത്തിയുടെ ടോപ്പ് പാർട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 48 ഇഞ്ചാണ്. അതിൽ ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് 16 ഇഞ്ചാണ് വേണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാനും അതുപോലെ നമുക്ക് അതിൻ്റെ വേസ്റ്റ് ജോയിൻ ചെയ്യാനും അരയിഞ്ച് വീതം വേണം. അപ്പോൾ 1 ഇഞ്ച് സീം അലവൻസ് ചേർക്കുന്നുണ്ട്. അങ്ങനെ 17 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മളെ ടോപ്പിൻ്റെ ലെങ്ത്ത് കുറച്ചാൽ മതി. അപ്പം ഫുൾ ലെങ്ത്ത് 48ആണ്. അതിൽ നിന്ന് ടോപ്പിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ച് കുറക്കണം. അപ്പോൾ നമുക്ക് 32 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസ് ചേർക്കുന്നുണ്ട്. അതായത് 1/2 ഇഞ്ച് നമ്മുടെ വേസ്റ്റ് അവിടെ ജോയിൻ ചെയ്യാനും പിന്നെ 1 ഇഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ തുണി കട്ട് ചെയ്യുമ്പോൾ 33.5 ഇഞ്ചിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു സാമ്പിൾ പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പ് പാർട്ട് ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ട് അത് കട്ട് ചെയ്യുന്ന വീണ്ടും കാണിക്കുന്നില്ല. സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ തുണിയെങ്കിൽ അത് ആദ്യം ഇതുപോലെ 2ആയിട്ട് മടക്കുക. അതിന് ശേഷം ഇതുപോലെ 2ആയി മടക്കിയതിന് ശേഷം ഒരു മടക്കും കൂടി മടക്കുക. ഇതുപോലെ 4ആയിട്ട് മടക്കണം. അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടോപ്പ് പാർട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ തുണിയിൽ നമുക്ക് എത്ര വിഡ്ത്ത് കിട്ടുമോ അത്രയും വിഡ്ത്തിൽ താഴെ വരുന്ന രീതിയിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ നമുക്ക് ചെരിച്ച് ഒരു ലൈൻ വരച്ചെടുക്കാം. ഇത് ലൈൻ മോഡലിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അറ്റത്ത് ഒരു ഇഞ്ച് മേലെ കയറ്റിയിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പിലൊന്ന് വരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ സ്കേർട്ട് പാർട്ട് 2 പീസ് ഉണ്ടാവും. ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഞാനത് തുണിയിൽ തന്നെ കാണിക്കാം. അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. അതിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് വേണ്ട ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 33.5 ഇഞ്ചാണ് എടുക്കുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഞാൻ പേപ്പറിൽ ചെയ്ത് കാണിച്ചില്ലേ, അതുപോലെ നമ്മളെ ടോപ്പ് പാർട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഈ സൈഡിലേക്ക് ഇതുപോലെ ചെരിച്ചിട്ട് ആ എൻഡ് വരെ ഒന്ന് വരച്ചെടുക്കാം. ഈ കോർണറിൽ ഞാൻ 1 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പിലൊന്ന് വരക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ 2 സൈഡും ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് ഞാൻ കാണിച്ചില്ലേ, അതുപോലെ ഒരു പീസാണിത്. അതേപോലത്തെ 2 പീസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതേ അളവിൽ ഞാൻ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് എടുത്താൽ മതി. ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ആം ഹോൾ റൗണ്ട് ഒന്ന് അളന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 11.5 ഇഞ്ചാണ് വരുന്നത്. അത് സീം അലവൻസും കൂടി കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ അളവിൽ മടക്കി വെക്കുമ്പോൾ 11.5 ഇഞ്ച് വരുന്ന രീതിയിൽ 2 പീസ് ക്ലോത്ത് ഞാൻ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ലൈനിങ്ങിലാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് ലെങ്ത്ത് 17 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മുകളിലോട്ട് നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് എടുത്തത് മാർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന്. അതിന് ശേഷം നമുക്ക് ഈ ലൈനിൽ റൈറ്റിലോട്ടേക്ക് 3.5 ഇഞ്ചിൽ ഞാനൊരു മാർക്കും കൊടുക്കുന്നുണ്ട്. ഇനി അവിടുന്ന് മുകളിലോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നുണ്ട്. ഇത് വരക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ചെരിഞ്ഞൊരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഇനി സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ അവിടെ ഞാൻ 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്ലീവ് റൗണ്ട് വരുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തു. അതിന് ശേഷം 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്തു. അതിന് ശേഷം നമുക്കിതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതാ ഈ ചെരിഞ്ഞ ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ പോയിന്റ് വരെ ഉള്ളതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം.
അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് പുറത്തേക്കും അതുപോലെ ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് ഉള്ളിലേക്കും ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്ലീവിൻ്റെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ നിവർത്തി വെച്ചിട്ട് രണ്ടിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയില്ലേ, അതുപോലെ ഈ സ്ലീവിൻ്റെ ഇതിലും 1/2 ഇഞ്ച് ഇതാ നമുക്കിതുപോലെ കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ലൈനിങ്ങിൻ്റെ സ്ലീവ് കട്ട് ചെയ്തത് വെച്ചിട്ട് ഞാൻ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എക്സ്ട്രാ, അപ്പോൾ ആ 1/2 ഇഞ്ചിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുവഴി. സാധാരണ സ്ലീവ് ഓപ്പണിങ്ങിൽ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാറല്ലേ ചെയ്യുന്നത്. ഇത് ലൈനിങ് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മടക്ക് വരില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഈ ലൈനിൽ കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതാ ഇത് ഒന്ന് തിരിച്ചിട്ടിട്ട് ആ ഭാഗം ഉള്ളിൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് തിരിച്ചിട്ടിട്ട് നമുക്ക് ബാക്കി ഭാഗം ആ ലൈനിങ് ക്ലോത്തുമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവ് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ സ്ലീവ് നമ്മൾ ടോപ്പിൽ ജോയിൻ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഈ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മളെ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഈ സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ നമ്മുടെ നെക്ക് ലൈൻ വെച്ച അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ലേസും കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൽ ഞാൻ അതുപോലെ ആ ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു പാർട്ടി വെയർ ഡ്രസ്സാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ടോപ്പ് പാർട്ട് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമ്മളെടുത്ത മെഷർമെൻറ്റ്സ് എല്ലാം ഇതിൽ മാർക്ക് ചെയ്തിട്ട് ടോപ്പ് പാർട്ട് ഒന്ന് രണ്ട് ഭാഗവും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സീം അലവൻസ് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ പോയിൻ്റ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ട് വരച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡിലും വരച്ചതിന് ശേഷം ആ വരച്ച ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതിന് വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കണ്ടല്ലോ, ജസ്റ്റ് ആ ലൈനിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ടോപ്പ് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് എടുക്കുക. ലൈനിങ്ങിൻ്റെ താഴത്തെ ഭാഗത്ത് നമുക്ക് ഒന്ന് രണ്ടായി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അടിഭാഗം. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കുക, പിന്നെ ഒരു മടക്കും കൂടി മടക്കുക, എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക എൻഡ് വരെ. അതുപോലെ രണ്ട് പീസും ചെയ്തെടുക്കണം.
അതിനുശേഷം ലൈനിങ്ങിൻ്റെ 2 പീസും കൂടി ഇതുപോലെ വെക്കുക. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം 2 സൈഡിലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക സൈഡിലേക്ക് കൂടെ 2 പീസും. അതേപോലെ തന്നെ നമുക്ക് മെയിൻ ക്ലോത്തും ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്തും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും ഒന്ന് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ മെയിൻ ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ആ വേസ്റ്റ് റൗണ്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതായത് മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ് ക്ലോത്തിൻ്റെയും രണ്ടിൻ്റെയും ആ സൈഡ് ജോയിൻറ്റ് ഇതേപോലെ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് റൗണ്ടിൽ ആ 2 പീസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടി ജോയിൻ ചെയ്യാണ് വേണ്ടത്. അതിന് ഇതുപോലെ വെക്കുക 2 ഭാഗവും. എന്നിട്ട് ഇതേപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഈ താഴത്തെ ഭാഗം ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശം സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ആ വേസ്റ്റിൻ്റെ ഭാഗം കറക്റ്റാക്കി വെച്ചതിന് ശേഷം ആ ഭാഗത്തേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം പുറത്തേക്ക് തിരിച്ചിടുക. അപ്പോൾ നമ്മുടെ കുർത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം നമുക്കിതുപോലെ എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവിൽ അറ്റാച്ച് ചെയ്ത ഈ സെയിം ലേസ് ഞാൻ ഇതിൻ്റെ താഴത്തെ ഭാഗത്തും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അറ്റം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് സാധാരണ പോലെ 2 സൈഡിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ലേസും കൂടി ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പാർട്ടി വെയർ കുർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.